എടാ നമുക്ക് ബീച്ച് ആശുപത്രി വരെ ഒന്ന് പോവാം. ഏറെക്കുറെ എല്ലാം ഡിജിറ്റലായി. പക്ഷെ നമ്മുടെ ചില സംവിധാനങ്ങൾ മാത്രം ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് പിറകിലാണ്. മെഡിക്കൽ രംഗത്ത് റോബോട്ടിക് സർജറി വരെ നടക്കുന്ന കാലത്തും OP ടിക്കറ്റിനായി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. സമയം ഇപ്പോൾ പുലർച്ചെ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഇപ്പോഴും OP ടിക്കറ്റ് എടുക്കാനായി ക്യൂ ആണ് ആളുകളുടെ. ഡോക്ടർ എത്താൻ 9:30 കഴിയുമെങ്കിലും അതിനി 4 മണിക്കൂറുണ്ട്. അതുവരെ ഈ രോഗികളെല്ലാം ഇവിടെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ഒരു 2 മണി 3 മണിക്കൊക്കെ വന്നിട്ട് ആൾക്കാരുണ്ട്. ഓരോരുത്തർ ആദ്യം വന്നിട്ട് ഇവിടെ നമ്പർ ബുക്ക് ചെയ്തിടുക. ടോക്കൺ കിട്ടണമെങ്കിൽ തന്നെ 6:30 മണി 6:30 ഒക്കെ ആവും. ഈ കൊതുകിൻ്റെ കടിയും കൊണ്ട് ഇപ്പോൾ ഓരോ കുപ്പി ചോര നമ്മളൊക്കെ ഒഴിവാക്കിയാണ്. ഇപ്പോൾ കൊതുക് അടിച്ചിട്ട് കാർഡിയോളജിക്ക് ആണെങ്കിൽ ഒരു 3 മണിക്ക് ഇവിടെ എത്തണം. എന്നാലും 6 മണിയാകുമ്പോഴത്തേക്ക് 50 ടോക്കനാണ് നോക്കുന്നത്. എനിക്കും സുഖമില്ല, എൻ്റെ മോനക്കും സുഖമില്ല. ഹാർട്ട് അറ്റാക്കാണ് അവനക്ക്. ഇനി ഇവിടുന്ന് പോയി ടോക്കൺ കിട്ടിയിട്ട് ഇനി അപ്പുറം പോയിട്ട് സീറ്റിന് അവിടെ വരിക്കണം. വലിയ പാടാണ്. കാലിനിപ്പോൾ ഞാനിപ്പോൾ കാലൊന്നായിട്ട് വീങ്ങിയിട്ട് കാലിൻ്റെ ഇതായിട്ട് വന്നാണ് ഇപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കണം. എന്ത് ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സർക്കാർ ആസ്പത്രികൾ വരുന്നത്. അത് ഇപ്പോൾ ഓരോരുത്തർ കൂടെ ഇരിപ്പുള്ള ആളുകളെ ജോലികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. OP ടിക്കറ്റിന്റെ സമയപരിധി അവസാനിച്ചാലും 100 കണക്കിന് ആളുകൾ വീണ്ടും ബാക്കിയാവും. അതിൽ ഈ ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെയുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാകൃത രീതിക്ക് മാത്രം മാറ്റമില്ല. OP ടിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഡോക്ടറെ കാണാനും മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല. ഫോണിൽ കൂടെ ഒക്കെ ആയെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവേനും. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു ഇത്രയും നേരത്തെ വന്നിട്ട് കഷ്ടപ്പെട്ട് മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരാൻ ആ സമയം സംഭവത്തിന് വന്നാൽ മതിയല്ലോ ബുക്ക് ചെയ്തിട്ടാൽ. ഇപ്പോൾ സമയം രാവിലെ 6:50 കഴിഞ്ഞു. ഇതുവരെ OP ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല. ജനങ്ങളൊന്ന് ഇരിക്കാൻ പോലും സംവിധാനമില്ലാതെ ഇപ്പോഴും ക്യൂവിലാണ്. ഈ ഡോറൊന്നും ഇവിടുന്ന് തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഇത്രയും ജനങ്ങൾ കൊതുകടി കൊണ്ട് ഇത്രയും രാവിലെ വന്നിട്ട് ഇരിക്കണമല്ലോ. അത് ഓടി കയറണം. അപ്പോൾ വീണോലും ഉണ്ട്, വീണ് നീട്ടിട്ട് പിന്നെ ഓടി വരിയിൽ നിൽക്കുന്നവരും ഉണ്ട്. സാധാരണക്കാരന്റെ സമയത്തിനും ആരോഗ്യത്തിനും ഇത്ര വിലയെ നൽകേണ്ടു എന്ന മാനസികാവസ്ഥയിലാണ് പല സർക്കാർ ആശുപത്രികളും. അതിന് ചികിത്സാ പിഴവ് ഉൾപ്പെടെ മറ്റു പല ഉദാഹരണങ്ങളുമുണ്ട്. അതിലൊന്നു മാത്രമാണ് OP ടിക്കറ്റിനായി ഈ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ക്യാമറമാൻ വിനോദ് മൊറാളയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.